ഭാഗ്യസ്മരണീയനായ അഭിനന്ദൻ ഡോക്ടർ അലക്സാണ്ടർ മാർത്തമ്മ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ധന്യമായുള്ള നേതൃത്വത്തെയും ശുശ്രൂഷകളെയും സഭയായിട്ട് ഒരിക്കൽ കൂടി സ്മരിക്കുന്നതിനും ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നതിനും ഈ കുടിവരവിലൂടെ നമുക്കെല്ലാവർക്കും സാധ്യമായിട്ട് തീർന്നിരിക്കുക അത്രേ. അഭിനന്ദ തിരുമേനിയുമായി എനിക്കുള്ള വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്, തിരുമേനി ബാഹ്യ കേരളയുടെ ഭദ്രാസന എപ്പിസ്കോപ്പ ആയിരുന്ന അവസരത്തിലാണ് എന്നെ കൈക്ക് പിടിച്ച് കശീശ സ്ഥാനത്തെ പ്രവേശിക്കുവാൻ്റെ കോണം തിരുമേനി യാത്രാ സൗകര്യങ്ങളില്ലായിരുന്ന അവസരത്തിൽ പോലും ബോംബെയിൽ എത്തി അപ്രകാരമുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത്. തുടർന്ന് 1989 സഭയിലേക്ക് 3 എപ്പിസ്കോപ്പന്മാരെ കൂടി ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയ അവസരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതായുള്ള വ്യക്തി എന്നുള്ള നിലയിൽ തിരുമേനിയാണ് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി ഒരു എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് എന്നെ പ്രവേശിപ്പിച്ചത്. വ്യക്തിപരമായ ബന്ധങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുന്നതായിട്ടുള്ള അവസരം കൂടിയാകുന്നു ഇത്. സ്മാരക പ്രഭാഷണങ്ങളുടെ 26ാമത് സമ്മേളനമാണ് ഇന്ന് ഇവിടെ സാധ്യമായിരിക്കുന്നത്. ഇതിന് ആതിഥ്യം അരുളുന്നതായിട്ടുള്ള തൃശ്ശൂർ എബനേസർ മാർത്തമ്മ ഇടവയോടുള്ള നന്ദി മലങ്കര മാർത്തമ്മ സുറിയാനി സഭയുടെ പേരിലുള്ളത് ഞാൻ ഈ അവസരം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ സീറോ മലബാർ സഭയുടെ തൃശ്ശൂർ അതിരൂപത മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് അഭിവന്യ മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവാണ്. മലങ്കര മാർത്തമ്മ സുറിയാനി സഭ ഇങ്ങനെ ആവശ്യം തിരുമേനി അറിയിച്ചതായിട്ടുള്ള അവസരത്തിൽ വളരെ തിരക്കേറിയതായിട്ട് തൻ്റെ പ്രോഗ്രാമിനിടയിലും നമ്മളുടെ ഈ പ്രോഗ്രാം സ്വീകരിക്കുവാൻ്റെ കോണം മനസ്സെ കാട്ടുകയും ഇന്ന് സമയത്ത് തന്നെ എത്തിച്ചേർന്ന് നമുക്ക് ഈ യോഗം ഇവിടെ വെച്ച് നടത്തുവാൻ്റെ കോണം നമ്മെ സഹായിക്കുകയും ചെയ്തു. പ്രവാചക തുല്യമായിട്ടുള്ള വാക്കുകളാണ് തിരുമേനിയിൽ നിന്ന് ഇന്ന് ഈ ലോകം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്രകാരമുള്ള പ്രവാചക തുല്യമായ വാക്കുകൾ ഇന്നും കേൾക്കുവാൻ്റെ കോണം നമുക്കിടയായിട്ട് തീരുന്നു എന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഞാനത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. മലങ്കര മാർത്തമ്മ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായിട്ട് 23 സംവത്സരങ്ങളാണ് സഭയെ നയിക്കുവാൻ്റെ കോണം കാലം ചെയ്ത ഡോക്ടർ അലക്സാണ്ടർ മാർത്തമ്മ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് സാധ്യമായിട്ട് തീർന്നത്. സാധാരണയായ 5 വർഷം, 10 വർഷം അല്ലെങ്കിൽ 15 വർഷം എന്നൊക്കെ മറ്റ് സഭയിലൊക്കെയുള്ള വിശ്വാസികൾ ചിന്തിക്കുന്നതായുള്ള അവസരത്തിൽ മാർത്തമ്മ സഭയുടെ ഒരു പ്രത്യേകതയാണ് 23 സംവത്സരങ്ങൾ സഭയുടെ മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ അലക്സാണ്ടർ മാർത്തമ്മ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് ഈ സഭയെ കാലോചിതമായിട്ട് നയിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത്. ആ തിരുമേനിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ നിങ്ങളോട് എല്ലാവരോടും ചേർന്ന് ഞാനും അർപ്പിക്കട്ടെ. മനുഷ്യ ജീവിതത്തിലെ അമൂല്യ സമ്പത്ത് ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള സ്മരണകളാണ്. അവയിലൂടെയാണ് ഗതകാല അനുഭവങ്ങളുടെ മാധുര്യം നാം നുകരുന്നത്. കാലയവനയ്ക്കുള്ളിൽ മറിഞ്ഞ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ജീവിത സ്മരണകൾ ഒരു പ്രകാശ വീജി പോലെ നമ്മെ വലയം ചെയ്യുന്നു. 1000 പൗർണിമകൾ ദർശിച്ച തിരുമേനി അരനൂറ്റാണ്ടോളം ദീർഘവും സഫലവുമായ ഒരു ഇടയ ശുശ്രൂഷ പൂർത്തിയാക്കി. ഒരിക്കലും നാം ആരും ആവർത്തനമാണല്ലോ എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നിട്ടില്ല. തികച്ചും ഓരോ അവസരത്തിൽ താൻ അഭിമുഖീകരിച്ചതായുള്ള എല്ലാ പ്രശ്നങ്ങളെയും ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് നേരിടുന്നതിനായിട്ടും തനത് ശൈലിയിൽ തന്നെ ഏറ്റവും ഉത്തമവും ഉചിതവുമായുള്ള രീതിയിൽ സഭയെ നയിക്കുന്നതിനും തിരുമേനിക്കിടയായിട്ട് തീർന്നു എന്ന് നാം പ്രത്യേകമായിട്ട് ഓർക്കുന്നതായിട്ടുള്ള അവസരമാണ്. ഒരിക്കലൊരു അമ്മയും കുഞ്ഞും കൂടെ യാത്ര ചെയ്യുകയാണ്. ഏബ്രഹാം ലിങ്കനെക്കുറിച്ചാണ് അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം ജീവിച്ചതായിട്ടുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തപ്പോൾ ആ വീട്ടിൽ കത്തിക്കിടക്കുന്നതായിട്ടുള്ള ഒരു ലൈറ്റ് കണ്ടുകൊണ്ട് ഈ കുഞ്ഞ് ചോദിച്ചു, അമ്മേ ആ ലൈറ്റ് അണയ്ക്കാൻ അവർ മറന്നുപോയതാണ്. കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന അടിമ നുഖത്തിൽ നിന്ന് അനേകരെ വിമോചിപ്പിക്കുവാൻ്റെ കോണം
ആൻറ്റി സ്ലേവറി നിയമം അമേരിക്കയിൽ കൊണ്ടുവന്നതായില്ല എബ്രഹാം ലിങ്കൻ്റെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ നമ്മുടെ സരസ്കയായിട്ടുള്ള ആ വനിത അമ്മ ഇപ്രകാരം കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞെ ആ ലൈറ്റ് അണയുകയില്ല. ഇന്ന് 23 വർഷം നമ്മുടെ സഭയെ നയിച്ചതായിട്ടുള്ള അലക്സാണ്ടർ മാർത്തമ്മ മെത്രാപ്പൊലീത്ത തിരുമേനിയെക്കുറിച്ച് ഓർക്കുന്നതായിട്ടുള്ള അവസരത്തിൽ തിരുമേനി ചെയ്തതായിട്ടുള്ള ശുശ്രൂഷകൾ, ഈ സഭയെ വളർത്തിക്കൊണ്ടുവന്നതായിട്ടുള്ള തിരുമേനിയുടേതായ പ്രത്യേക തനത് ശൈലി, ഇത് നമുക്ക് മറക്കാനായിട്ട് കഴിയുകയില്ല എന്ന് പറയുമ്പോൾ നമുക്കും ചേർന്ന് പറയാം, ആ ലൈറ്റ് അണയുകയില്ല. അത്രയ്ക്ക് ദീപ്തമാണ് തിരുമേനിയുടേതായിട്ടുള്ള നേതൃത്വം, അത്രയ്ക്ക് പ്രകാശമാനമാണ് നമുക്ക് നൽകിയതായിട്ടുള്ള ശുശ്രൂഷകൾ എല്ലാം തന്നെ. ആ പ്രകാശഗോപുരം പോലെ പടർന്ന് പന്തലിക്കുവാൻ്റെ കോണം തിരുമേനിയുടെ ജീവിതത്തിലൂടെ സാധ്യമായി തീർന്നു എന്നത് നാം ഓർക്കുമ്പോൾ തിരുമേനിയുടെ ബാല്യകാല സ്മരണകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നല്ലതാകുന്നു. അധികമൊന്നും സമ്പത്തൊന്നും ഉണ്ടായിരുന്ന ഒരു ഭവനത്തിലല്ല തിരുമേനി ജനിച്ചു വളർന്നത്, സാധാരണമായിട്ടുള്ളൊരു കുടുംബം. എന്നാൽ ദൈവത്തിൽ വളരെ അധികമായിട്ട് ആഴത്തിൽ ആശ്രയിച്ചിരുന്നതല്ലൊരു കുടുംബമാണ്. തൻ്റെ മാതാവ് മക്കളെയൊക്കെ വളർത്തുന്നതായിട്ടുള്ള അവസരത്തിൽ ആ മാതാവ് ദൈവത്തിലുള്ള ആശ്രയത്തിലൂടെയാണ് മക്കളെല്ലാം വളർത്തിക്കൊണ്ടുവന്നത്. ഇന്നത്തെ പോലെ 1-2 മക്കളല്ല അന്നൊക്കെ ഉണ്ടായിരുന്നത്, 7-8 മക്കളൊക്കെയാണ് ഉണ്ടായിരുന്നത്. 7-8 മക്കളെയൊക്കെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതായിട്ടുള്ള കാര്യമല്ല. ദൈവം നൽകിയിട്ടല്ലാതെ ഒന്നും കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കിയതായുള്ള ആ മാതാവ് മക്കൾക്കെല്ലാം അവകാശമായി കൊടുത്തത് ദൈവാശ്രയബോധമാണ്. തന്നെ സഭയ്ക്ക് നേതൃത്വം നൽകുവാനായിട്ട് ആവശ്യമാണ് എന്നത് അറിയിച്ചതായിട്ടുള്ള അവസരത്തിൽ തിരുമേനി CMS സ്കൂളിലേക്കൊരു അധ്യാപകനായിരുന്നു. പിന്നീട് മാർത്തമ്മ കോളേജിൻ്റെ പ്രിൻസിപ്പാളായിട്ടൊക്കെ വന്നതായിട്ട് തിരുമേനിയാണ്. തിരുമേനിയെ ദൈവം വിളിക്കുന്നു, സഭയിലൂടെ വിളിക്കുന്നു എന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള അവസരത്തിൽ ആദ്യം അല്പം ഒരു റിലക്റ്റൻ്റ് ആയിരുന്നു, എനിക്ക് ഈ സ്ഥാനത്ത് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കുമോ. എന്നാൽ ഒരു കാര്യമാണ് തിരുമേനിയെ ശക്തീകരിച്ചത്, വിളിക്കുന്നതായുള്ള ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം വാഗ്ദത്തത്തിൽ മുറുകെ പിടിക്കുന്നതായുള്ള ദൈവമാണ്. അവൻ നടത്തും, ദൈവം നടത്തും. ഏത് കീറാമുട്ടി പ്രശ്നങ്ങളുണ്ടായാലും അതിൻ്റെ മധ്യത്തിലൂടെ പോകുവാൻ്റെ കോണം ദൈവം വഴിയൊരുക്കി തുറന്നു തരും എന്ന ബോധ്യമുണ്ടായിരുന്നതായുള്ള തിരുമേനിക്ക് പരിപൂർണമായുള്ള ദൈവാശ്രയത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനായിട്ട് സാധ്യമായിട്ട് തീർന്നിരുന്നു. ചില ദിവസങ്ങളൊക്കെ തിരുമേനിയുടെ കൂടെ പാർക്കുവാനായിട്ട് എനിക്കിടയായിട്ട് തീർന്നിട്ടുണ്ട്. രാവിലെയുള്ള പേഴ്സണൽ ഡിവോഷൻ ഇന്ന് പലർക്കും ഇല്ലാത്തതായിട്ടുള്ള ഒന്നാണ്. തിരുമേനി സ്വന്തമായിട്ട് സമയം കണ്ടെത്തി നേരത്തെ എഴുന്നേൽക്കും, നേരത്തെ എഴുന്നേറ്റ് ധ്യാനം കഴിഞ്ഞ് പിന്നെ ചാപ്പലിലേക്ക് വരുന്നതായുള്ള അവസരത്തിൽ അന്ന് ധ്യാനിച്ചതായുള്ള കാര്യങ്ങൾ പുസ്തകമൊന്നും നോക്കിയല്ല, അല്ലാതെ തിരുമേനി പറയും. അതാണ് ആ ദിവസം മുഴുവൻ തിരുമേനിയെ ഭരിക്കുന്നത്. അതാണ് വിവിധ രീതിയിൽ ജനങ്ങളോട് പ്രസംഗിക്കുവാൻ്റെ കാരണം തിരുമേനിക്ക് സാധ്യമായിട്ട് തീരുന്നത്. ദൈവം നൽകുന്നതായിട്ടുള്ള വചനം, ദൈവം നൽകുന്നതായിട്ടുള്ള സന്ദേശം, ഇത് ലോകത്ത് നൽകിക്കൊടുക്കുവാൻ്റെ കാരണം ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഒരു പാത്രം മാത്രമാണ്, ഒരു വാഹനം മാത്രമാണ്, ഒരു കരുവ് മാത്രമാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതായുള്ള തിരുമേനിക്കാണ് ഈ സഭയെ 23 സംവത്സരം നയിക്കുവാൻ്റെ കോണം ഇടയായിട്ട് തീർന്നത് എന്നത് നാം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. കാർമേഘ പടലങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ നമുക്കെല്ലാം ഭയമാണ്. ഒരു ഇടി കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഹൃദയം ഞെട്ടുന്നതായുള്ള സാഹചര്യം. പെട്ടെന്നാണ് നമ്മളും പെട്ടെന്ന് ഒന്ന് ആ ഇടി ശബ്ദം കേട്ട് ഞെട്ടിപ്പോകുന്നത്. എന്നാൽ കാർമേഘ പടലങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ എല്ലാ കിളികളും ചേക്കേറുന്നതായുള്ള വേളയിൽ മയിലിനൊരു പ്രത്യേകതയുണ്ട്. മയിൽ കാർമേഘ പടലങ്ങളെയൊക്കെ കണ്ട് നൃത്തം ചെയ്യുന്നതായുള്ള അവസരമാണ്. ഡോക്ടർ അലക്സാണ്ടർ മാർത്തമ്മ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി ഒരു മയിലിനെ പോലെയാണ് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, ഡോക്ടർ ബാബു പോളാണ്. ഒരിക്കൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞ അവസരത്തിൽ തിരുമേനി കൈയടിച്ചു എന്നാണ് പറയുന്നത്. ശരിയോ തെറ്റൊന്നും നമുക്കറിയാനായിട്ട് പാടില്ല, എന്നാൽ അതാണ് ശരി. കാർമേഘ പടലങ്ങൾ ജീവിതത്തിൽ അലയടിക്കാത്തതായുള്ള ആരുണ്ട്? എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, പ്രതിസന്ധികളുണ്ട്.
എന്നാൽ അന്നേരം ഡാൻസ് ചെയ്യുവാൻ തക്കവണ്ണം ഒരു നടരാജനെ പോലെ സാധ്യമായി തീരുന്നതായുള്ള വ്യക്തി എന്ന് പറയുന്നത് ദൈവത്തിൽ പരിപൂർണമായുള്ള ആശ്രയമുള്ളതായുള്ള വ്യക്തിക്കാണ്. നടക്കാം, മുമ്പോട്ട് പോകാം. എന്തു തന്നെ ആഞ്ഞടിച്ചോട്ടെ, എത്ര തന്നെ തിരമാലകൾ ഉയർന്നോട്ടെ, എത്ര തന്നെ ശക്തമായ കാറ്റ് അടിച്ചോട്ടെ, ഈ കപ്പൽ അതിൻ്റെ തീരത്തെ അടുക്കും എന്ന വിശ്വാസമുള്ളതായുള്ള വ്യക്തിക്ക് മാത്രമേ സഭയെ അപ്രകാരം നയിക്കുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് തിരുമേനി മലങ്കര മാർത്തോമാ ശ്രീഹാനി സഭയെ നയിക്കുവാൻ തക്കവണ്ണം രണ്ട് കാര്യങ്ങൾ തിരുമേനിയുടെ ജീവിതത്തിൻ്റെ ദർശനങ്ങളായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒന്ന്, ദൈവവിളി തിരിച്ചറിയുക എന്നത് വൊക്കേഷൻ. നാം എന്തെങ്കിലും തിരഞ്ഞെടുക്കുന്നതായുള്ള നമ്മുടെ ഉപജീവനത്തിൻ്റേതായുള്ള മാർഗങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. ദൈവം എന്നെ ഇതിനാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യം, അതാണ് വൊക്കേഷൻ. അങ്ങനെ ഒരു ദൈവവിളിയെക്കുറിച്ചുള്ള ബോധ്യം തിരുമേനിക്ക് ഉണ്ടായിരുന്നു. രണ്ടാമതായിട്ട്, ദൈവമാണ് വിളിച്ചതെങ്കിൽ ദൈവത്തെ പരിപൂർണമായിട്ട് ആശ്രയിക്കണം. ദൈവത്തെ പരിപൂർണമായിട്ട് ആശ്രയിക്കണം. ദൈവം നടത്തും എന്നത് മനസ്സിലാക്കുവാൻ കൊണ്ടിടയാവണം. ചെങ്കടലിനെ കടക്കേണ്ടി വന്നതായുള്ള ഇസ്രായേൽ ജനതയുടെ നയിച്ചതായുള്ള മോശ ജനങ്ങളോട് പറഞ്ഞ് മുമ്പോട്ട് പോയിക്കോളൂ, പേടിക്കണ്ട, ദൈവം നടത്തിക്കൊള്ളും. ദൈവം നടത്തുന്നതായുള്ള വഴികളും വിധങ്ങളും ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നതായുള്ള ഒരു വ്യക്തിത്വമാണ് മോശയെങ്കിൽ അതേ വ്യക്തിത്വമാണ് നമുക്ക് അലക്സാണ്ടർ മാർത്തോമാ തിരുമേനിയിലും കാണപ്പെടുവാൻ കൊണ്ടിടയാവുന്നത്. നീണ്ട വർഷങ്ങൾ സഭയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണെന്ന് നമുക്ക് തോന്നുമായിരിക്കും. എന്നാൽ ഓരോ ദിവസവും അഭിമുഖീകരിക്കുന്നതായുള്ള പ്രശ്നങ്ങൾ, തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നതായുള്ള അവസരങ്ങൾ, മാർഗദർശനങ്ങൾ നൽകേണ്ടതായുള്ള അവസരങ്ങൾ, എത്രയോ രീതിയിലാണ് ഓരോ ആളുകൾക്ക് ഗൈഡൻസ് നൽകേണ്ടത്. ആ സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിന് ആത്മാവ് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് മനസ്സിലാക്കുവാൻ വളരെ സജീവമായുള്ള ബന്ധമാണ് പരിശുദ്ധാത്മാവുമായിട്ട് ആവശ്യമായിരിക്കുന്നത്. ആ ബന്ധം പുലർത്തുവാൻ തിരുമേനിക്ക് കഴിഞ്ഞു എന്നത്രേ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാവേണ്ടത്. ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളവ ജീവനും കഴിവുകളും സമയവും ആസ്തികളും സന്തോഷപൂർവ്വം ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തന്നെ നൽകുമ്പോൾ നാം ആഗ്രഹിക്കുന്നതിലും നനയ്ക്കുന്നതിലും എത്രയോ മടങ്ങ് അധികമായിട്ടാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് എന്നത് എനിക്ക് പറയാൻ എളുപ്പമാണ്. അനുഭവത്തിൽ മനസ്സിലാക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ആ ദൈവത്തെ മുറുകെ പിടിക്കുന്നതിനായിട്ട് സാധിക്കും. നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഒക്കെ പരമായുള്ള നന്മകളാൽ നമ്മെ നിറയ്ക്കുവാൻ്റെ കോണം മതിയാനായിട്ടുള്ളൊരു ദൈവമാണ് കൂടെയുള്ളത് എന്ന് അറിയുമ്പോൾ ആ ദൈവത്തിൻ്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് നമുക്കൊരറ്റം മാത്രമേ ചോദിക്കുന്നതിനായിട്ട് സാധിക്കത്തുള്ളൂ. ധാരാളമായ അനുഗ്രഹങ്ങളാലാണ് നമ്മൾ നിറയ്ക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിഞ്ഞുനോക്കി ദൈവം നടത്തിയതായുള്ള വഴികളെക്കുറിച്ചും വിധങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ദൈവകൃപ എന്നുള്ള വാക്കാണല്ലോ തിരുമേനി ഉപയോഗിച്ചിരിക്കുന്നത്. കൃപയുടേതായുള്ള വഴികൾ, ദൈവകൃപ ധാരാളമായിട്ട് അനുഭവിപ്പാൻ തിരുമേനിക്കിടയായിട്ട് തീർന്നു എന്നത്രേ മനസ്സിലാക്കുവാൻ ഇടയാവേണ്ടത്. ലാളിത്യത്തിൻ്റെ ഒരു മെത്രാപ്പൊലിത്തയായിട്ടാണ് കാഷായ വസ്ത്രം ധരിച്ചപ്പോഴും വെള്ളിമാലയും മരക്കുരിശുമൊക്കെ അണിഞ്ഞപ്പോഴും തിരുമേനിയിലെ ദർശനമായിരുന്നത്. പ്രകടനം താൻ ആഗ്രഹിച്ചിരുന്നില്ല. അതാണ് എന്നത് 4 പേര് പറയുവാനായിട്ടല്ല ചെയ്യുന്നത്. പിന്നെയോ ഒരു ജീവിത ശൈലിയിലൂടെ എങ്ങനെയാണ് ഒരു സമൂഹത്തെ നയിക്കുവാനായിട്ട് കഴിയുന്നത് എന്നത് ചിന്തിച്ച് മനസ്സിലാക്കി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നല്ല സുഖമില്ലാതെ നമ്മളുടെ ഫെലോഷിപ്പ് ആശുപത്രിയിലൊക്കെ തിരുമേനി കിടക്കുന്നതായുള്ള അവസരത്തിൽ തിരുമേനിയുടെ മസ്ലിംസായൊക്കെ അവനെ മാറ്റിവെക്കുമായിരുന്നു. കാരണം ഒരു രോഗിയാണല്ലോ, പല ചികിത്സകളൊക്കെ ചെയ്യുന്നതിനായിട്ടുണ്ട്. അപ്പോൾ തിരുമേനി പറഞ്ഞു, എന്നെ ഇവിടെ സന്ദർശിച്ച് കാണാനായിട്ട് വരുന്നത് കുറിയന്നൂരെ ഒരു ബാലകനായിട്ടല്ല, എന്നെ ഇവിടെ കാണാൻ വരുന്നത് മാർത്തോമാ സഭയുടെ മെത്രാപ്പൊലിത്ത ആയിട്ടാണ്. അതുകൊണ്ട് മസ്ലിംസ അവിടെ വെക്കേണ്ടതായുള്ള സ്ഥാനത്തിന് വെക്കണം എന്നത് തിരുമേനി പ്രത്യേകമായിട്ട് പറയുമായിരുന്നു. എപ്പോഴും ദൈവം സഭയിലൂടെ വിളിച്ച് വേർതിരിച്ചൊരു സ്ഥാനത്താക്കിയിരിക്കുന്നു എന്നുള്ളതായുള്ള ഉത്ബോധമാണ്. ആ വിളിക്കനുസൃതമായി പ്രവർത്തിക്കുവാൻ്റെ കോണം സഭയിലെ ഏത് നേതൃത്വത്തെയും ഭരിക്കേണ്ടത് എന്നത് ഓർക്കുന്നതായിട്ടുള്ളൊരവസരം കൂടിയായിട്ട് ഇത് തീരുവാൻ നമുക്ക് ഇടയായിട്ട് തീരട്ടെ. ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പൊലിത്ത തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തികൾ ഒന്ന് കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് വിശ്വരൂപത്തെക്കുറിച്ചൊക്കെ പറയുന്ന അവസരത്തിലും എങ്ങനെയാണ് ആ രൂപം കർത്താവായ യേശുക്രിസ്തുവിൽ കാണുവാൻ കഴിയുന്നത് എന്ന് തന്നെ അന്വേഷിച്ചത്. മറ്റൊന്ന് മഹാത്മാഗാന്ധിയാണ്.
ദൈവത്തിൻ്റേതായുള്ള സ്നേഹത്തെ ഈ ലോകത്തിനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ്റെ കാരണം ത്യാഗത്തിൻ്റെ നിരാഹാര ജീവിതത്തിൻ്റേതായുള്ള ശൈലി മെനഞ്ഞെടുത്തതായുള്ള വ്യക്തി തൻ്റെ വ്യക്തിത്വത്തിലൂടെ ഈ ലോകത്തിൽ കാണിച്ചു കൊടുക്കുന്നത്. ലുക്ക് അറ്റ് ക്രിസ്ത്യൻസ്. ഈ ശത്രുതയൊക്കെ നിലനിൽക്കുന്നതായുള്ള അവസരത്തിൽ പലപ്പോഴും ആളുകളോട് മഹാത്മാഗാന്ധി പറഞ്ഞിരുന്നത്, ക്രിസ്ത്യാനികളെ നോക്കി പഠിക്കൂ, അവർ എത്രയോ ആഴത്തിലാണ് സ്നേഹിപ്പാൻ്റെ കൊണ്ടിടയാവുന്നത്. ശത്രുവിനെ സ്നേഹിക്കുക എന്നത് വേറെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ശത്രുവിനെ സ്നേഹിക്കുക, നമ്മെ പകയ്ക്കുന്നവരെ, നമ്മെ വിദ്വേഷിക്കുന്നവരെ, നമ്മുടെ ജീവിതത്തെ പിച്ചിക്ക് ചീറുന്നതായ ആളുകളെ, അവരെയൊക്കെ സ്നേഹിപ്പാൻ്റെ വേറെ ആർക്കാണ് കഴിയുന്നത്? ഓൺലി ക്രിസ്ത്യൻസ്. കർത്താവായ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ സാധ്യമായിട്ട് തീരുകയുള്ളൂ. ഇന്ന് രാവിലത്തെ ധ്യാനത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കാൽവരി ക്രൂശിൽ പരമയാഗമായിട്ട് തീരുവാൻ്റെ കോണം ജീവിതത്തെ സമർപ്പിച്ചതായുള്ള കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ജീവിതത്തെ കീറി മുറിച്ച് മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് നൽകുവാനായിട്ട് കഴിയുന്നത് എന്ന പാഠം നാം പഠിക്കുക എന്നതത്രേ. സഭയിലും സമൂഹത്തിലുമുള്ള എല്ലാ തിന്മകൾക്കുമെതിരെ തിരുമേനി ശബ്ദം ഉയർത്തിയിരുന്നു എന്നത് വസ്തുതയാണ്. നമ്മളുടെ മാരാമൻ കൺവെൻഷൻ നടക്കുന്നതായുള്ള സ്ഥലത്താണല്ലോ പമ്പാ നദിയുടെ തീരത്തൂടെ ആ വെള്ളം ഒഴുക്കി വിടുവാൻ്റെ കോണം ഒരു മതിലൊക്കെ കെട്ടിയത്. കുറേ നാൾ കഴിഞ്ഞതായിട്ടുള്ള അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അതെല്ലാം പൊളിച്ച് കളയുന്നതിനായിട്ട് ശ്രമിച്ചു. ഞങ്ങൾക്ക് ഇവിടെ ചുണ്ടൻ വെള്ളമൊന്ന് ഓടിച്ചു കൊണ്ടുപോകുന്നതിനായിട്ട് കഴിയുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതിനായിട്ട് ശ്രമിച്ചത്. ചുമ്മാതെ അതൊക്കെ പോകാനായിട്ടുള്ള സ്ഥലമൊക്കെ അവിടെയുണ്ട്. എന്നാൽ അതൊക്കെ വന്നതായുള്ള അവസരത്തിൽ വളരെ തീവ്രമായിട്ടുള്ള ഒരു വൈരാഗ്യത്തിൻ്റെ പ്രക്ഷുബ്ധതയുടെ സാഹചര്യമായിട്ട് മാറുകയാണ്. തിരുമേനി വളരെ ശാന്തമായിട്ട് പൂലാത്തല്ലിരുന്നതേ ഉള്ളൂ. തിരുമേനി പറഞ്ഞു, ആ മതിൽ കെട്ടിയത് ഞാനല്ല, ആ മതിൽ കെട്ടിയത് സർക്കാരാണ്, സർക്കാർ നോക്കിക്കൊള്ളും. അത് സർക്കാരിൻ്റേതാണ്, ജനങ്ങളുടേതാണ്, ജനങ്ങൾ നോക്കിക്കൊള്ളും. എന്തിനാ വെറുതെ കിടന്ന് പ്രകമ്പനം കൊള്ളുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? എന്തിനാ സ്ട്രെസ് ഉണ്ടാക്കുന്നത്? എന്തിനാ BP കൂട്ടുന്നത്? എന്തിനാ സ്ട്രോക്കായിട്ട് കിടക്കാനിടയാവുന്നത്? എന്തിനാ ആശുപത്രിയിൽ കയറുവാനിടയാവുന്നത്? ശാന്തമാവുക. മതി വേണ്ട എന്ന് ഇവിടെ അച്ഛൻ പറഞ്ഞതുപോലെ തിരുമേനി പറയുന്നതായുള്ള 2 വാക്കുകളാണ് ഞാൻ വിശേഷിപ്പിച്ച് പലപ്പോഴും പറയാറുണ്ട്. ഈ 2 കാര്യങ്ങൾ രാവിലെ ഗുളിക പോലെ ഒന്ന് കഴിച്ചാൽ തന്നെ നമ്മളുടെ ജീവിതം വ്യത്യാസപ്പെടും. ഗുളിക കഴിക്കുന്ന എത്രയോ ആളുകൾ മതി എന്നതും വേണ്ട എന്നതും നാം ഒന്ന് പറഞ്ഞു നോക്കി. ഇന്നത്തെ ജീവിതത്തിൽ ഞാൻ വേണ്ട എന്ന് പറയും, എനിക്കിത്രയും മതി എന്ന് പറയും. എവിടെയാണ് പറയാനായിട്ട് സാധിക്കുന്നത്? പായസം കണ്ടാൽ ഉടനെ ഇച്ചിരി കൂടെ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് പായസം കഴിക്കാൻ ശ്രമിക്കുന്നതായുള്ള ആളുകളല്ലേ നാം. ഏത് തരത്തിലുള്ള പായസമാണെങ്കിലും അല്പം നാരങ്ങായോട് തന്നാൽ മതി, ഞാൻ പായസം കുടിച്ചോളാം എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ ഉടമകളാണ്. അതുകൊണ്ട് പായസമല്ല, പായസം വേണ്ട എന്ന് പറയാനായിട്ട് പഠിക്കണം. അതൊരു ശിക്ഷണമാണ്. ജീവിതത്തിൽ ആ ശിക്ഷണം കൈവരിക്കുവാൻ്റെ കോണം തിരുമേനിക്ക് സാധ്യമായിട്ട് തോന്നിയിരുന്നു. കോഴിക്കോട് നിന്ന് പലപ്പോഴും ഞാൻ തിരുവല്ലയിൽ ചെല്ലുന്നതായിട്ടുള്ള അവസരത്തിൽ എനിക്ക് BP ഉണ്ട്. അപ്പോൾ തിരുമേനി പറയും, ഇവിടെ 2 ദിവസം താമസിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല, ശാന്തമായിക്കൊള്ളും. അത് ശരിയുമായിരുന്നു. ജീവിതത്തിൽ അനുഭവിച്ചതായുള്ളൊരു വസ്തുതയാണ്. BP താഴും. വണ്ണം വെച്ചതായുള്ള അവസരത്തിൽ തിരുമേനി പറഞ്ഞു, ഈ കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്നെ പുറകോട്ട് നോക്കുന്നവൻ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് വണ്ണമൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്, പക്ഷേ എന്നാൽ സ്റ്റഡിയായിട്ട് നിർത്തണം. സാധിക്കുമോ? അറിയാതെ പെട്ടെന്ന് നാം വണ്ണം വെച്ച് പോകും, പിന്നെയും വണ്ണം വയ്ക്കും. വണ്ണം വെച്ചാൽ കുറയ്ക്കാനായിട്ട് എന്തൊരു പ്രയാസമാണ് എന്നത് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കുന്നതായുള്ള സാഹചര്യമാണ്. മതി എന്ന് പറയാനായിട്ട് നമുക്ക് എവിടെയാണ് സാധിക്കുന്നത്? പലപ്പോഴും മറ്റുള്ളവരുടെ സ്നേഹം കൊണ്ട് നിർബന്ധം കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കുന്നതിനായിട്ട് ഒരുങ്ങുന്നതായിട്ടുള്ള അവസരത്തിൽ ഓർക്കുക, മതി എന്ന് പറയണം. ജീവിതത്തിൽ ആരോഗ്യം വീണ്ടെടുക്കേണ്ടത് ആവശ്യമാണ്. ആരോഗ്യമില്ലാതെ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇത് തിരിച്ചറിയുവാനായിട്ടുള്ള പ്രാപ്തി നമുക്ക് ഉണ്ടാവണം എന്നത്രേ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തിരുമേനിയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള 5 വൈഭവങ്ങൾ ഒന്ന് എടുത്തു പറയുന്നതിനായിട്ട് ഞാൻ ശ്രമിക്കട്ടെ. ഒന്ന്, തൻ്റെ അധ്യാപന ശേഷി. ഒരു അധ്യാപകനായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രസംഗിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഞങ്ങളോട് അച്ഛന്മാരോടൊക്കെ പറയുന്നതായുള്ള കാര്യമുണ്ട്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നതായുള്ള കുട്ടിയോട് സംസാരിക്കുന്നവർ സംസാരിക്കണം. കടിച്ചാൽപ്പെട്ടാത്തതായുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതിനായിട്ട് ശ്രമിക്കുമ്പോൾ അച്ഛനും മനസ്സിലാകത്തില്ല, ജനങ്ങൾക്കും മനസ്സിലാകത്തില്ല. അറിയാൻ പാടില്ലാത്തൊരു പ്രസംഗമൊക്കെ പ്രസംഗിച്ചിട്ട് പോകും. അങ്ങനെ അങ്ങ് തട്ടിവിടുന്നതായിട്ടുള്ള ശൈലിയാണ് പലപ്പോഴും ആളുകൾക്ക് ഇഷ്ടം. എന്നാൽ
ജനങ്ങൾക്ക് മനസ്സിലാകുന്നതായുള്ള ഭാഷയിൽ അത് ആശയവിനിമയം ചെയ്യുവാൻ സാധ്യമായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. തിരുമേനി ഒരു ടീച്ചറായിരുന്നു, നല്ലൊരു ടീച്ചറായിരുന്നു. അതുകൊണ്ട് പഠിപ്പിക്കുന്നതായിട്ടുള്ള അധ്യാപന ശൈലി ജീവിതത്തിലുണ്ടാകണം എന്നത് ആഗ്രഹിച്ചതായിട്ടുള്ള വസ്തു തിരുമേനിയാണ്. ദൈവശാസ്ത്ര രംഗത്തുള്ളതായിട്ടുള്ള നിപുണത എല്ലാ ദിവസവും വായിക്കുന്നതിനായിട്ട് അല്പസമയം വേർതിരിച്ചിരുന്നു എന്നത് നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയുമോ? എത്ര തിരക്കേറിയതായിട്ടുള്ള തിരുമേനിയാണ്. എത്രയോ ഫയൽ കണക്കെ കൂട്ടിയിട്ടിരിക്കുന്നതായുള്ള ധാരാളം പേപ്പറുകളുടെയൊക്കെ മധ്യത്തിലിരിക്കുന്നതായുള്ള അവസരത്തിൽ ഇതൊന്ന് തീർത്ത് കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അതവിടെ ഇരിക്കട്ടെ, ഞാൻ ഇന്ന് വായിക്കേണ്ടത് വായിക്കുവാനായിട്ട് സമയം വേർതിരിക്കുകയാണെന്ന് പറഞ്ഞ് വായനാശീലം പുലർത്തിയതായിട്ടുള്ളൊരു തിരുമേനി. സുവിശേഷ ദർശനം ഭാരതത്തിലുടനീളം സഞ്ചരിച്ചതായിട്ടുള്ളൊരു തിരുമേനി ഉണ്ടെങ്കിൽ അത് അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്. ഒരിക്കൽ തിരുമേനിയോട് ഒത്ത് സൂററ്റിലേക്ക് വാപ്പിയിലേക്കൊക്കെ ഒന്ന് യാത്ര ചെയ്യുന്നതിന് എനിക്കിടയായിട്ട് തോന്നുന്നു. ട്രെയിനിലാണ് പോകേണ്ടത്, ബോംബെയിൽ നിന്ന് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എം പി തോമസിൻ്റെ കൊച്ചമ്മ കുറച്ച് ആഹാരമൊക്കെ ഉണ്ടാക്കി തിരുമേനിയെ ഏൽപ്പിച്ചു. അത് യാത്ര ചെയ്യുന്നതായിട്ടുള്ള അവസരം തിരുമേനി അതൊക്കെ ഒന്ന് തുറന്ന് എടുത്തു. എന്തെന്നറിയാൻ കൊഴുക്കട്ട അതെടുത്ത് തിരുമേനി പകുതിയായിട്ട് മുറിച്ചു. എന്നിട്ട് പകുതി തിന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഇത് അച്ഛൻ കഴിച്ചു, മതി, ഇത്രയും മതി. അത് അവിടെ മാത്രമല്ല, കോൺഫറൻസുകൾ കണ്ടിട്ടുണ്ട്. ഒരു പഴം എടുത്താൽ അതിൻ്റെ പകുതിയെ കഴിക്കത്തുള്ളൂ, പകുതി ആർക്കെങ്കിലും കൊടുക്കും. ഇത്രയും മതി എന്ന് പറയുവാനായിട്ട് സാധിച്ചിരുന്നതായിട്ടുള്ളൊരു തിരുമേനി. ലാളിത്യത്തിൻ്റേതായിട്ടുള്ള ജീവിതശൈലി ദർശിച്ചതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എങ്ങനെയും മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കണമെന്നുള്ളത് തിരുമേനിയുടെ താല്പര്യമായിരുന്നു. എങ്ങനെയും ട്രെയിനിൽ യാത്ര ചെയ്യുന്നതായുള്ള അവസ്ഥയിൽ കൂടെയുള്ള ആളുകളോട് വർത്തമാനം പറയും. വർത്തമാനം പറയുന്നത് വെറുതെ സമയം ചെലവഴിക്കാനായിട്ടില്ല, വർത്തമാനം പറയുന്നത് വേദപുസ്തകത്തെക്കുറിച്ച് പറയുന്നതിനായിട്ടാണ്. അതുകൊണ്ട് സെൻറ്റ് ലൂക്ക് ഗോസ്പലും ഒക്കെ പല ആളുകൾക്ക് കൊടുക്കുവാനായിട്ട് തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ട്. ബൈബിൾ സൊസൈറ്റിയുടെ ഒക്കെ ചെയർമാനായിട്ട് തിരുമേനി ഇരുന്നിട്ടുണ്ട് എന്നതുകൂടി ഓർക്കേണ്ടതാണ്. മതാതീതമായുള്ള ദർശനം, തിരുമേനി ഭഗവത്ഗീതയിലുള്ള വിശ്വരൂപം പഠിച്ചു എന്നതുകൊണ്ട് തന്നെ മറ്റ് മതങ്ങളെ ആദരിക്കുവാനായിട്ടും മറ്റ് മതങ്ങളെ പഠിക്കാനായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ടും ഒരു വിശാല വീക്ഷണം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തു യേശുവിൽ അധിഷ്ഠിതമായ ആധ്യാത്മിക ജ്ഞാനം ഇത് ജീവിതത്തിൽ അനുഭവിപ്പാനായിട്ട് തിരുമേനിക്ക് സാധ്യമായിട്ട് തോന്നിയിരുന്നു. ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായിട്ടാണ് ദൈവം നമ്മെ ഓരോരോ സ്ഥാനങ്ങളിലാക്കിയിരിക്കുന്നത്. അവിടെയെല്ലാം ഈ സാഹചര്യത്തിൽ, ഈ പ്രത്യേക കോണ്ടെക്സ്റ്റിൽ കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, അതാണ് ഞാൻ ചെയ്യേണ്ടത്. അങ്ങനെ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ആലോചിച്ച് അത് ജീവിതത്തിൻ്റെ ചര്യയിൽ കൊണ്ടുവരുവാൻ്റെ കോണം താല്പര്യപ്പെടുവാൻ എങ്ങനെ സാധ്യമായിട്ട് തീരും. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആധ്യാത്മികത എന്ന് പറയാനായിട്ട് നമുക്കിടയാകുന്നത്. ആ ആധ്യാത്മികതയിൽ വളർന്നു വരുവാനായിട്ട് തിരുമേനിയെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഉദാത്തമായുള്ള ചിന്തകളാണ് തിരുമേനിയുടെ എഴുത്തുകളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിരുന്നത്. മെത്രാപ്പൊലീത്തയുടെ കത്ത് എന്ന് പറയുന്നതായുള്ള കത്തൊക്കെ വായിക്കുവാൻ ആളുകൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നതായുള്ളൊരു കാലഘട്ടമാണത്. എന്തുകൊണ്ടെന്നാൽ തിരുമേനി അതനുസരിച്ച് ആളുകൾക്ക് വേണ്ടിയതായുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട് മെത്രാപ്പൊലീത്തയുടെ കത്തിലൂടെ ശ്രമിച്ചിരുന്നു എന്നതാണ്. തിരുമേനിയുടെ പ്രഭാഷണങ്ങൾ കേൾക്കുവാനായിട്ട് നമ്മളെവിടെ പോയാലും അവിടെയെല്ലാം ഉദാത്തമായിട്ടുള്ള കാര്യങ്ങൾ തിരുമേനി പറയുന്നത് കേൾക്കുവാൻ കഴിയും. കേട്ടാൽ അതും നമുക്ക് ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതാണ് എന്ന് തോന്നിപ്പോകും. അതുപോലെ ഉള്ള രീതിയിലാണ് തിരുമേനി പറയുന്നത്. രണ്ട് ഉത്കൃഷ്ടമായുള്ള ആദർശങ്ങൾ ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കുവാൻ്റെ കോണം തിരുമേനി തൽപരനായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാം. തിരുമേനിയുടെ നേതൃത്വത്തിൽ നമ്മളുടെ സഭയ്ക്ക് കൈവന്നതായിട്ടുള്ള വളർച്ച വിവരാതീതമായിട്ടുള്ള ഒന്നാണ്. സുവിശേഷം, വികസനം, എക്യുമെനിസം, സംവാദം എന്നിവ തൻ്റെ പ്രവർത്തന അജണ്ടയിലെ മുഖ്യ വിഷയങ്ങളായിരുന്നു. നാളിതുവരെ സുവിശേഷം കടന്നു നിന്നിട്ടില്ലാത്ത ധാരാളം പ്രദേശങ്ങൾ ഭാരതത്തിലുണ്ട് എന്നത് തിരുമേനി അടിക്കടി ജനങ്ങളെ എപ്പോഴും ഓർപ്പിച്ചിരുന്നതായിട്ടുള്ള വസ്തുതയാണ്. സുവിശേഷ പ്രചരണത്തിനായുള്ള തീക്ഷ്ണത തിരുമേനിയിൽ ഉത്കടമായിട്ടുള്ള അഭിനിവേശം ഉളവാക്കുകയുണ്ടായി. നല്ല സുഖമില്ലാതെ ആശുപത്രിയിൽ കടന്നതായുള്ള അവസരത്തിൽ തിരുമേനിയെ കാണുന്നതിനായിട്ട് ഞങ്ങളെല്ലാം പോയിരുന്നു. സക്രിയാസ് തിരുമേനി ചെന്നതായുള്ള അവസരത്തിൽ വിരൽ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, രണ്ടുപേരെയെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നയിക്കണം, സുവിശേഷ തൽപരനായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞതായുള്ള വസ്തുത. ഞാൻ ചെന്നതായുള്ള അവസരത്തിൽ എന്നോട് പറഞ്ഞു, ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ മറന്നു പോകരുത്,
ഇടവുകൾ തോറും ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ശാഖകൾ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുകയില്ല. എന്നാൽ തിരുമേനിക്കത് മനസ്സിലായിരുന്നത് ആവശ്യമാണ്. കാലികമായിട്ട് സഭ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണമെങ്കിൽ മറ്റ് മതസ്ഥരായിട്ട് മറ്റ് സ്നേഹിതരുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതായുള്ള പ്രവർത്തന രംഗങ്ങൾ ഉണ്ടാകണം. അതിനുള്ളതായുള്ള വഴികൾ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് എന്നതാണ് പ്രത്യേകത. അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വളർത്തിക്കൊണ്ടുവരുവാൻ തിരുമേനിയുടെ കാലഘട്ടത്തിൽ സാധ്യമായിട്ട് തീർന്നിരുന്നു. തിരുമേനി താലോലിച്ച് വളർത്തിയതായിട്ടുള്ള ഒന്നായിരുന്നു അത് വികസനം എന്ന് പറയുന്നത്. വികസന പ്രക്രിയയിൽ മാനവ സമൂഹം ഒരുമിച്ച് നിൽക്കണം. സഭാവ്യത്യാസങ്ങളിൽ മാറി മാറി നിൽക്കുകയല്ല, ഒരുമിച്ച് നിൽക്കുന്നതിനായിട്ട് സാധിക്കണം. എല്ലാവരെയും അഭിമുഖീകരിക്കുന്നതായുള്ള പ്രശ്നങ്ങളിൽ ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കണം എന്നത് തിരുമേനിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. എക്യുമെനിക്കൽ ബന്ധങ്ങളിൽ സഭയെ നയിക്കണമെന്ന് വലിയൊരു താല്പര്യമുണ്ടായിരുന്നതുകൊണ്ടാണ് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയും ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയും മാർത്തമ സഭയൊക്കെ ചേർന്നുള്ളതായുള്ള കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ എന്നുള്ള പേരിൽ ഒരു കൺസീലിയ യൂണിയൻ സാധ്യമാക്കി തീർക്കുവാൻ്റെ കോണം തിരുമേനിക്ക് അസാധ്യമായിട്ട് തീർന്നത്. തിരുമേനി അവസാനമായിട്ട് സംബന്ധിച്ചതും ഏകദേശം അപ്രകാരമുള്ള ഒരു മീറ്റിങ്ങിലായിരുന്നു എന്നത് ഓർക്കേണ്ടത് ആവശ്യമാണ്. അത്രയ്ക്ക് ജീവിതത്തിൽ ആഗ്രഹിച്ചതായുള്ള ഒരു വ്യക്തിയായിരുന്നു. മീറ്റിങ്ങുകൾക്കൊക്കെ പോകുന്നതായുള്ള അവസരത്തിൽ സാധാരണ പറയാറുണ്ടായിരുന്നു, നമ്മളുടെ ഈ ഐക്യത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്ന പ്രവർത്തന മേഖലകളെ കണ്ടെത്തുക എന്നതാണ്. അപ്രകാരം പ്രവർത്തന മേഖലകളെ കണ്ടെത്തുന്നതിനും അതിന് സാമ്പത്തികമായുള്ള പിന്താങ്ങൾ നൽകുന്നതിനും വളർത്തിക്കൊണ്ടുവരുന്നതിനെല്ലാം തിരുമേനിയും വളരെയധികമായിട്ട് ശ്രമിച്ചിരുന്നു എന്നത് കാലഘട്ടം നമ്മോട് പറയുന്നതായിട്ടുള്ള വസ്തുതയാണ്. സഭയെ എക്യുമെനിസത്തിൻ്റെ പാതയിൽ തളരാതെ മുന്നോട്ട് നയിക്കുവാൻ തക്കോണം തിരുമേനിക്ക് സാധ്യമായി തീർന്നു എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. ഭാരതീയ സംസ്കാരത്തിനുള്ള ഒരു അഭിമാനം നമുക്കെല്ലാവർക്കും തോന്നുന്നതിനായിട്ടിടയാകണം. ഭാരതീയ സംസ്കാരവും സഭയുമായിട്ടുള്ള സഭയുടേതായുള്ള പ്രവർത്തനങ്ങളും രണ്ടായിട്ട് കാണരുത് എന്നാണ് തിരുമേനി എപ്പോഴും ആഗ്രഹിച്ചത്. ഭാരത സംസ്കാരത്തിൽ അന്തർലീനമായി അലിഞ്ഞു ചേരുവാൻ കഴിയുന്നതായുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് രാഷ്ട്രത്തിന് നൽകുവാനായിട്ട് കഴിയണമെന്നാണ് തിരുമേനി ആഗ്രഹിച്ചത്. അതെങ്ങനെ സാധിക്കുന്നത്? അത് സാധിക്കുന്നത് ഏറ്റവും പാവപ്പെട്ടതായുള്ള ആളുകളുടെ ജീവിതത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി താല്പര്യപൂർവ്വം പ്രവർത്തിക്കുവാനായിട്ട് ഇറങ്ങിച്ചെല്ലുന്നതായുള്ള പ്രവർത്തന രംഗത്താണ് ലോകം ദർശിക്കുന്നത്. ഈ സഭ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഭയാണ്. ഈ സഭ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായുള്ള സഭയാണ്. അപ്രകാരമുള്ള സഭയുടെ പ്രവർത്തന ശൈലി ഉരുത്തിരിയുവാൻ ഇടയാകണം എന്നതാണ് തിരുമേനി വളരെയധികമായിട്ട് ആഗ്രഹിച്ചിരുന്നത്. മതസ്പർദ്ധ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായുള്ള ഈ കാലഘട്ടത്തിൽ തിരുമേനിയുടേതായുള്ള ഈ സമീപനം എത്ര വലുതായിരുന്നു എന്നത് ഓർക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരട്ടെ. സഫലവും സുദീർഘമായ ഇടയ ശുശ്രൂഷയിലൂടെ ജീവിതം ധന്യമാക്കി തീർത്തതായിട്ടുള്ള ആചാര്യശ്രേഷ്ഠനായിരുന്നു അഭിമന്യ ഡോക്ടർ അലക്സാണ്ടർ മാർത്തമ വലിയ മെത്രാപ്പോലീത്ത തിരുമേനി. ധന്യമാതൃകൾ അന്യം നിന്ന് പോകുന്ന ഈ കാലഘട്ടത്തിൽ അനുസ്മരണീയങ്ങളും അനുകരണീയമായ ഉത്കൃഷ്ട സ്വഭാവ വൈശിഷ്ട്യങ്ങളുടെ അനുഗ്രഹീതനായിരുന്നു തിരുമേനിയുടെ ജീവിതം. അഭിമന്യ തിരുമേനി മാതൃകപരമായിട്ട് ശുശ്രൂഷ സാധ്യമാക്കിയത് പ്രാർത്ഥനയുടെ ഫലവും ദൈവകൃപയുടെ തണലും കൊണ്ടാണ്. സഭയ്ക്ക് എപ്പോഴും വഴികാട്ടിയായി, വിശ്വാസികൾക്ക് മാർഗദീപകമായി. ആ ദർശനം എന്നും കെടാതെ പ്രകാശിക്കുവാൻ്റെ കോണം ഇടയായിട്ട് തീരട്ടെ. തിരുമേനിയുടെ സ്മരണ നിലനിർത്തുന്നതിനും തലമുറകൾക്ക് കരുത്ത് പകരുന്നതിനും ഈ പ്രഭാഷണങ്ങളിലൂടെ സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ദൈവം നമ്മെല്ലാം അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ.